യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 53-ാമത്തെ അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി, നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി. ഈ 53-ാമത്തെ അധ്യായം മുഴുവൻ ഈശോയുടെ പീഡാസഹനത്തെ പറ്റി ദൈവത്തിന്റെ ആത്മാവ് യെശയ്യാ പ്രവാചകന് ഈശോയുടെ പീഡാസഹനത്തെ 700 വർഷം മുമ്പ് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുക സത്യമാണ് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. ഈശോയുടെ പീഡാസഹന ഭരണ ഉത്ഥാനത്തെ ഈ ആഴ്ച നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുകയാണ്. 50 നോമ്പിലൂടെ നമ്മൾ ഈശോയുടെ രക്ഷാകര പദ്ധതിയെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രക്ഷാകര പദ്ധതി ധ്യാനിച്ച് അതിന്റെ പൂർണ്ണത എത്തുന്നത് ഈശോയുടെ പീഡാസഹനത്തെ, പെസഹാവ്യാഴം, ദുഃഖവെള്ളി, ആചരണങ്ങൾ, അവസാനം ഈശോയുടെ ഉത്ഥാനത്തിലൂടെയാണ്. ഈ കാര്യങ്ങളെ പറ്റിയുള്ള ധ്യാനമാണ് ഈ കാലഘട്ടങ്ങളിലെല്ലാം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ കേന്ദ്രം മുഴുവൻ ഇതാണ്. ഒരു ക്രൈസ്തവ ജീവിതത്തിന്റെ വിശ്വാസത്തിന്റെ കേന്ദ്രം മുഴുവനും ഈശോയുടെ പീഡാസഹനം, മരണം, ഉത്ഥാനം, സ്വർഗീയ ജീവിതം എല്ലാം കൂടിയാണ്. അതെല്ലാം കൂടെ ചേർന്നതാണ് അനുദിനം നമ്മൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ആ വിശുദ്ധ കുർബാനയെ പറ്റി കൂടുതൽ ആഴത്തിൽ അറിയാൻ വേണ്ടിയിട്ട് നിരന്തരമായി ധ്യാനിക്കേണ്ട കാര്യമാണ് ഈശോയുടെ പീഡാസഹനം. വചനം നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഈശോയുടെ ക്ഷതങ്ങളാലാണ് നമ്മൾ ആത്മാവിൽ, മനസ്സിൽ, ശരീരത്തിൽ സൗഖ്യം പ്രാപിക്കുന്നത് എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുതന്നെയാണ് കുരിശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു നമുക്ക് വേണ്ടിയിട്ട് കുരിശിൽ മരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഈശോ മരിച്ചതുകൊണ്ട് നമുക്കെന്താണ് പ്രയോജനമെന്ന്. ഈശോയും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈശോ നമ്മുടെ ദൈവം തന്നെയാണ്. ആ ദൈവപുത്രനായ ഈശോ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് പകരക്കാരനായിട്ട് മരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ പാപത്തിനും ശിക്ഷയുണ്ട്, സകല പാപങ്ങൾ ശിക്ഷയുണ്ട്. ആ ശിക്ഷ സകലം നൽകിയാണ് ആ ശിക്ഷയിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നത്. പക്ഷേ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് യേശുവിനോട് ഐക്യപ്പെട്ട് നമ്മൾ തകർന്ന് നരകത്തിൽ പതിക്കാതിരിക്കാണ്ട് അവിടുന്ന് നമുക്ക് വേണ്ടിയിട്ട് ശിക്ഷകൾ ഏറ്റെടുക്കുകയാണ്. ആ ശിക്ഷകളിലൂടെയാണ് നമുക്ക് മക്കളായ നമ്മുടെ ഈ അപ്പൻ നമുക്ക് വേണ്ടിയിട്ട് പീഡകളേറ്റപ്പോൾ മക്കളായ നമ്മൾ ശിക്ഷകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ചേർന്ന് പറയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ സഹനത്തിൽ യഥാർത്ഥത്തിലുള്ള കാര്യം എന്ന് പറയുന്നത് ആത്മാവിന്റെ പീഡനമാണ്. ശരീരത്തിന്റെ പീഡനമുണ്ട്, ശരീരത്തിന്റെ പീഡനത്തെക്കാളും കൂടുതൽ ആത്മാവിന്റെ പീഡനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് പീഡാനുഭവത്തിന്റെ ആത്മാവ്. ഈ പീഡാനുഭവം രഹസ്യത്തെ പറ്റി ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പതിക്കേണ്ട കാര്യം ഇതാണ്. ഈശോയുടെ ആത്മാവിന്റെ പീഡാനുഭവം ശരീരത്തിന്റെ പീഡാനുഭവത്തെക്കാളും വലിയ പീഡാനുഭവമായിരുന്നു. അതുകൊണ്ടാണ് കാലാതീതമായിട്ടും സാർവത്രികമായിട്ടും ഈശോയുടെ പീഡാസഹനത്തിന് ഉത്തരവുണ്ടാകുന്നത്, അതിന് സാങ്കത്യം ഉണ്ടാകുന്നത്. കാലാതീതമായിട്ടും ഈശോയുടെ പീഡാനുഭവത്തിന് അർത്ഥമുണ്ട്, സാർവത്രികമായിട്ടും ഈശോയുടെ പീഡാനുഭവത്തിന് അർത്ഥമുണ്ട്. കാരണം സകല പീഡകളും തന്റെ ആത്മാവിൽ അവിടുന്ന് ഏറ്റെടുത്തു. ഈശോ സഹിച്ചതിന് കൂടുതൽ സഹനങ്ങൾ ഇന്ന് പല മനുഷ്യരും ഏറ്റെടുക്കാറുണ്ട്. ചിലരൊക്കെ പറയാറുണ്ട്, ഈശോ 3 മണിക്കൂറല്ലേ അച്ഛാ കുരിശിൽ കിടന്നിട്ടുള്ളത്, ഞങ്ങൾ എത്രയോ വർഷമായി ഈ കുരിശിൽ കിടക്കുന്നത്. 3 അല്ല, ശരിക്കും 6 മണിക്കൂറാണ് ഈശോ കുരിശിൽ കിടന്നത്. രാവിലെ 9 മണിക്കാണ് ഈശോയെ കുരിശിൽ തടച്ചത്. അപ്പോൾ ഈശോ 6 മണിക്കൂറാണ് പീഡകൾ അതിശക്തമായിട്ട് സഹിച്ചതെങ്കിൽ, കുരിശിൽ സഹിച്ചെങ്കിൽ പലരും ചോദിക്കുന്നു, അത്രയും മണിക്കൂറല്ലേ ഈശോയ്ക്ക് സഹിക്കേണ്ടി വന്നുള്ളൂ? ഞങ്ങൾ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ സഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറയുന്നു.
അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈശോ സഹിച്ചതിനേക്കാൾ കൂടുതൽ അനേകം പേര് സഹിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ചിലരൊക്കെ സഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് എനിക്കറിയാം. പക്ഷേ ഈശോ സഹിച്ചത് ശരീരത്തിൽ സഹിച്ചതിനേക്കാൾ കൂടുതൽ സഹിച്ചത് ആത്മാവിലാണ്. ആ പ്രത്യേകത മനസ്സിലാക്കിയാലേ ഈശോ നമുക്ക് വേണ്ടിയിട്ട് സഹിച്ചതിനെ പറ്റി വ്യക്തമായ ബോധ്യം ഉണ്ടാക്കിയുള്ളൂ. കൊറിന്തോസർ എഴുതിയ 2-ാം ലേഖനത്തിലെ 5-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം, 2 കൊറിന്തോസ് 5-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം, അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. അവനിൽ നാം എല്ലാവരും, ഈശോയിലൂടെ നാം എല്ലാവരും നീതീകരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട്, വിശുദ്ധിയുള്ളവരായ മക്കളായി തീരുന്നതിന് വേണ്ടിയിട്ട് ദൈവം തന്റെ പുത്രനെ പാപമാക്കി. അതായത് ഒരാളിങ്ങനെ ചെളിയിൽ കൊണ്ട് ചെളിയായി പോയതുപോലെ പാപം മുഴുവനും അവന്റെ മേലെ ഏറ്റെടുത്ത് പാപമയമായെന്ന് മാത്രമല്ല, പാപം തന്നെ ആയ ഒരു അവസ്ഥയാണ് സംഭവിച്ചത്. ദൈവപുത്രൻ നിർമ്മലനായ പരിശുദ്ധനായവൻ, അവൻ യാതൊരു പാപവുമില്ല. ഈശോമിശിഹാ യാതൊരു പാപവുമില്ല. പക്ഷേ എല്ലാ പാപവും ഈശോയുടെ മേൽ വന്ന് പതിക്കുകയാണ് ചെയ്തത്. ഈശോ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതിനാലാണ് ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് ഈശോ അകന്നു പോകുന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്നത്. സകല പാപങ്ങളുടെയും ഭാരം മുഴുവനും ഈ ലോകത്തിന്റെ, അപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യന് മാത്രമല്ല, വരാതിരിക്കുന്ന സകല ഭക്തിന്റെയും പാപത്തിന്റെ ഫലം മുഴുവനും തന്നിലേക്ക് സ്വീകരിച്ചപ്പോൾ, പകരക്കാരനായിട്ട് മാറിയപ്പോൾ പാപം തന്നെയായി മാറി. പരിശുദ്ധനായവൻ പാപത്തിന്റെ അവസ്ഥയായി മാറുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. അപ്പോഴാണ് ഈശോ പ്രവർത്തിക്കുന്നത്, ഈ പാനപാത്രം പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. പാനപാത്രത്തെ പറ്റി അറിയണമെങ്കിൽ വെളിപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായം നോക്കിയാൽ അറിയാം. പാനപാത്രം അത് സകലമാണ്, വല്ലാത്ത സകലമാണ്. വെളിപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ക്രോധത്തിന്റെ പാത്രങ്ങൾ എന്നാണ് അതിന്റെ ഹെഡിങ് തന്നെ. ശ്രീകോവിലിൽ നിന്ന് ആ 7 ദൂതന്മാരോട് പറയുന്ന ഒരു വലിയ സ്വരം ഞാൻ കേട്ടു, നിങ്ങൾ പോയി ദൈവകോപത്തിന്റെ ആ 7 പാത്രങ്ങൾ ഭൂമിയിലേക്ക് ഒഴിക്കുക. ഉടനെ ഒന്നാമൻ പോയി തന്റെ പാത്രം ഭൂമിയിലേക്ക് ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ ആരാധിക്കുന്നവരായ മനുഷ്യരുടെ ശരീരത്തിൽ ദുർഗന്ധം വമിക്കുന്ന വ്രണങ്ങൾ ഉണ്ടായി. രണ്ടാമൻ തന്റെ പാത്രം കടലിലേക്ക് ഒഴിച്ചു. അപ്പോൾ കടൽ മരിച്ചവന്റെ രക്തം പോലെയായി. കടലിലെ സർവ്വ ജീവജാലങ്ങൾ ചത്തുപോയി. ഇങ്ങനെ പിന്നെയുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ, ക്രോധത്തിന്റെ പാനപാത്രം ഒഴിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് വലിയ സഹനമാണ്, ദുരിതമാണുള്ളത്. ആ ദുരിതത്തെ പറ്റിയുള്ള ഓർമ്മയിലാണ് ഈശോ പറയുന്നത്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, ദുരിതങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അവിടെയുള്ളത്. എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പുത്രൻ ദൈവപിതാവിന് കീഴടങ്ങുകയാണ് ചെയ്തത്. റോമാലേഖനം 1-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം, റോമാലേഖനം 1-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം, മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. ദൈവക്രോധത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കുന്നില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. പാപം എവിടെയുണ്ടോ അവിടെ എല്ലാം എന്തുണ്ട്? ദൈവക്രോധമുണ്ട്, ദൈവകോപമുണ്ട്. അതുകൊണ്ട് ദൈവം പറയുന്ന പല കാര്യങ്ങളും ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകരുത്. അത് ക്രോധത്തിന് ഇരയാകും എന്നതുകൊണ്ട് കൂടിയാണ്. കാരണം എന്താണ്? ദൈവത്തിന് പാപത്തോട് യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നില്ല. നന്മയ്ക്കും തിന്മയ്ക്കും തമ്മിൽ ചേർന്ന് പോകാൻ പറ്റുമോ? പ്രകാശത്തിനും ഇരുട്ടിനും തമ്മിൽ ചേർന്ന് പോകാൻ പറ്റുമോ? പരിശുദ്ധനായവന് അശുദ്ധി ഉണ്ടാകുമോ? ഒരിക്കലും പാടില്ല. അതുകൊണ്ട് ഈ പരിശുദ്ധനോട് അശുദ്ധിക്ക് യാതൊരു കൂട്ടമില്ലാത്തത് കൊണ്ടാണ് പറയുന്നത് അത് ദൈവക്രോധം അവിടെ ഉണ്ടാകുമെന്ന് പറയുന്നത്. നമ്മളൊക്കെ ദൈവക്രോധം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടേതായ മാനുഷികമായ ഒരു കാഴ്ചപ്പാടിലാണ് കാണുന്നത്. പക്ഷേ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ദൈവകോപം എന്ന് പറയുന്നത് ദൈവിക വിശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്.
ദൈവ വിശുദ്ധിയിൽ നിന്ന് അകന്നുപോയാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യമാണ് ദൈവക്രോധത്തെ സംബന്ധിച്ച് ബൈബിളിൽ പറയുന്ന കാര്യം. അതുകൊണ്ട് ദൈവക്രോധം എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് രീതിയിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തെ നിഷേധിക്കുമ്പോൾ, തിന്മയിൽ വ്യാപരിക്കുമ്പോൾ ആ തിന്മയുടെ സകല പരിണതഫലം ഉണ്ടാകും. അതുകൊണ്ടാണ് ദൈവം പല കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നത്. ദൈവക്രോധത്തിന് ഇരയാണോ എന്ന് പറഞ്ഞാൽ നിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകും. നിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ എന്ത് സംഭവിക്കും? നീ പാപത്തിന്റെ പിശാചിന്റെ അടിമത്തത്തിലാകും. ആത്മാവിന്റെ പീഡനങ്ങൾ ഉണ്ടാകും. ആത്മാവ് നരകത്തിന്റെ സന്തതിയായി മാറും. അതിന്റെ ഭാഗമായിട്ട് ഈ ആത്മാവ് വസിക്കുന്ന ശരീരം ഉണ്ടല്ലോ, ആ ശരീരത്തിൽ മനസ്സിന്റെ പീഡകൾ ഉണ്ടാകും. ആ ശരീരത്തിന്റെ പീഡകൾ ഉണ്ടാകും. ഇത് മൂന്നും തമ്മിൽ കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത് എന്ന് പറയാനായിട്ട് കാരണം. പീഡകളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ അനുഭവിക്കുന്ന എന്താണെന്നറിയാമോ? ശരിക്കൊരു ദൈവ നിഷേധമാണ്. പരിശുദ്ധനായ ഈശോ പാപം മുഴുവൻ തന്നിലേക്ക് ഏറ്റെടുത്തപ്പോൾ ആത്മാവിൽ അനുഭവിക്കുന്ന പീഡ എന്താണെന്നറിയാമോ? ഒരു ദൈവ നിഷേധകൻ എന്തെല്ലാം പറയുന്നോ, ദൈവത്തിനെതിരായി പറയുന്നോ, ആ ഒരു അനുഭവമാണ് ഈശോയുടെ ഉണ്ടായത്. കാരണം പാപം ഏറ്റെടുത്തപ്പോൾ പാപത്തിന്റെ പരിണത ഫലമായിട്ടുണ്ടാകുന്ന എല്ലാ പീഡനങ്ങളും അവനിലേക്ക് വരികയാണ്. ഒരാള് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു 5 കോടിയുടെ ലോൺ എടുത്തെന്ന് വിചാരിക്കുക. ആ ലോൺ വീട്ടാൻ പറ്റാതെ വരുമ്പോൾ അപ്പം പറയാണ്, ബാങ്കിൽ ചെന്ന് പറയാണ്, എന്റെ മകന് ഇത് അടയ്ക്കാനായിട്ട് പറ്റുന്നില്ല, ഞാനത് ഏറ്റെടുത്തോളാം എന്ന് അപ്പൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഫോൺ കോൾ ആർക്ക് വരും? അപ്പന്റെ അടുത്തേക്ക് വരുള്ളൂ. ഞാൻ ഏറ്റെടുത്തു. ഈ മനുഷ്യന്റെ മുഴുവൻ, നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ മുഴുവൻ ഒരു കടമുണ്ട്, ഭാരമുണ്ട്, അതിന്റെ പരിണതഫലമുണ്ട്. പാപത്തിന്റെ ശമ്പളം മരണം തന്നെയാണ്. ആ മരണത്തിന്റെ മുഴുവനും ഭാരം, കടം മുഴുവൻ ആര് ഏറ്റെടുത്തു? ഈശോ ഏറ്റെടുത്തു. അതുകൊണ്ട് ആ ഈശോ ഏറ്റെടുത്തതിന്റെ ഭാരം മുഴുവനും ഈശോ താങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആത്മാവിൽ അനുഭവിക്കുന്ന ഒരു വലിയ വേദന, അതാണ് ഈശോയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ശരീരത്തിൽ വരാൻ പോകുന്നതിനേക്കാൾ കൂടുതൽ ഈശോ കഷ്ടപ്പെട്ടത് മുഴുവനും ആത്മഭാരമാണ്. അതുകൊണ്ടാണ് പീഡാനുഭവത്തിന്റെ ആത്മാവ് ഈശോ അനുഭവിച്ച ആത്മപീഡനമാണ് എന്ന് പറയുന്നത്. റോമാലേഖനം 8-ാമത്തെ അധ്യായത്തില് 3-ാമത്തെ വാക്യം, റോമാലേഖനത്തില് 8-ാമത്തെ അധ്യായത്തില് 3-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്. റോമാലേഖനം 8-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം, ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടെ തന്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. പാപകരമായ ശരീരം. ഈ ശരീരത്തിന് പാപകരമായ ഒരു ചായ്വുണ്ട്. മനസ്സിന് പാപകരമായ ഒരു ചായ്വുണ്ട്. മനുഷ്യന്റെ ഉള്ളില് ദുഷ്ടത കൊടികൊള്ളുന്നു. ആ കൊടികൊള്ളുന്ന ഒരു ചായ്വുള്ളതുകൊണ്ട് ഈ ശരീരത്തിൽ തന്നെ ഈശോ സഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ 50 നോമ്പ് ആചരിക്കുമ്പോൾ നമ്മൾ ശരീരത്തിന്റെ മനസ്സിന്റെ ഇച്ഛകളോട് വിട പറയുന്നത്. അല്ലാതെ കുറച്ച് ഭക്ഷണം ഉപേക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഉപേക്ഷിക്കേണ്ടെന്നുള്ളതല്ല, ശരീരത്തിന്റെ ഇച്ഛകളോട് വേണ്ട എന്ന് പറയാനായിട്ട് നമുക്ക് ധൈര്യം ഉണ്ടാവുകയാണ്. ആത്മാവിന്റെ ബലത്തിന് വേണ്ടിയിട്ടാണ് ശരീരത്തിന്റെയും മനസ്സിന്റെ ഇച്ഛകളെ ചില സമയങ്ങളിൽ വേണ്ട എന്ന് പറയുന്നത്. സന്തോഷങ്ങളൊക്കെ ദൈവം അനുവദിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആത്മാവിനെ നശിപ്പിച്ചിട്ടുള്ള ഒരു സന്തോഷവും ദൈവം അനുവദിച്ചിട്ടില്ല. ഒന്ന് ചേർന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിന്റെ ശമ്പളമായ മരണം നമ്മൾ പറ്റാതിരിക്കാനായിട്ട്, നരകത്തിൽ വീഴാതിരിക്കാനായിട്ട് അവിടുന്ന് തന്റെ ശരീരത്തിൽ പീഡകളേറ്റുകയാണ്. ആ ഈശോയുടെ പീഡകളോട് ചേർന്നാണ് നമ്മൾ ചെറിയ ചെറിയ സഹനങ്ങൾ ഈ നോമ്പുകാലത്ത് എടുക്കുന്നത്. അപ്പോൾ നമുക്കുണ്ടാവേണ്ട മനോഭാവം എന്താണെന്ന് വിശുദ്ധ പത്രോസിന്റെ 1-ാമത്തെ ലേഖനത്തിന് 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം പറയാണ്. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. എന്താണ് ആയുധം? ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം എന്താണ്? ഈ പീഡകളെ ഞാനിതാ ഏറ്റെടുക്കുന്നു. ഇത് ആയുധമാണ്.
എന്റെ ശരീരം കൊണ്ട് സഹിക്കാനായിട്ട് ഞാൻ തയ്യാറാകുന്നത് ആയുധമാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ധ്യാനത്തിന് വന്ന ഒരു സഹോദരി ഇതിനു മുമ്പ് ഒരു ധ്യാനത്തിന് വന്നിട്ടുണ്ട്. വന്ന സമയത്ത് ഒത്തിരിയേറെ പൈശാചിക പീഡകൾ ഉണ്ടായിരുന്നു. ആ പൈശാചിക പീഡകള് വല്ലാതെ അവളെ കഷ്ടപ്പെടുത്തിയപ്പോഴും ഇവിടെ ധ്യാനത്തിൽ പങ്കെടുത്ത് അത് ഒത്തിരിയേറെ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. എങ്കിലും പൂർണ്ണമായിട്ടും വിടുതൽ പ്രാപിച്ചില്ല. അപ്പോൾ വീണ്ടും 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 പ്രാർത്ഥന ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ചില സമയങ്ങളിലൊക്കെ ഞാൻ ഓൺലൈനിൽ അവരെ ഫോൺ വിളിച്ച് ഓൺലൈനിൽ ഇങ്ങനെ പ്രാർത്ഥന ചെല്ലുമായിരുന്നു. അങ്ങനെ വളരെ നാളുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് പ്രാർത്ഥനകൾ നടത്തി അവര് ഒരുവിധം നല്ല ശതമാനത്തിന് ആ തിന്മകളിൽ നിന്ന് വിടുതലായി പ്രാപിച്ചതാണ്. എന്നാലും കുറച്ചൊക്കെ അസ്വസ്ഥത വല്ലപ്പോഴും ഉണ്ടാകും. അതിനുമ്പ് സ്ഥിരമായിട്ട് പലതരത്തിലുള്ള അസ്വസ്ഥത, ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ട്. ആ വ്യക്തിക്ക് മാത്രമല്ല, കുടുംബത്തിൽ മുഴുവൻ അങ്ങനെയാണ്. അതിൽ നിന്നൊക്കെ മറ്റുള്ള എല്ലാവരും വിടുതൽ പ്രാപിച്ച് ഈ സഹോദരിക്ക് വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ കൃപയ്ക്ക് വേണ്ടിയിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കാമെന്ന് ഈ 3 ദിവസത്തെ ധ്യാനമല്ലേ ഉപവസിച്ച് പ്രാർത്ഥിക്കാമെന്ന് തീരുമാനമെടുത്തത്. ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്തപ്പോൾ ആ സഹോദരിക്ക് ഇടയ്ക്ക് കുറച്ച് ദർശനമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു തിന്മയുടെ രൂപം അങ്ങനെ കുറച്ചടുത്ത് നിന്ന് മാറി നിന്ന് അങ്ങനെ പറയാണ്, നീ ഉപവസിക്കണ്ട. അപ്പോൾ അവൾക്ക് ആത്മീയമായി ജ്ഞാനം ഉണ്ടായിരുന്നുകൊണ്ടും നല്ല പ്രാർത്ഥിക്കുന്ന കുഞ്ഞായതുകൊണ്ടും അവൾക്ക് മനസ്സിലായി ഉപവസിക്കുന്നത് പിശാചിന് ഇഷ്ടമില്ല. ശരീരത്തിൽ പീഡനമേൽക്കുന്നത് ഇഷ്ടമില്ല. ശരീരത്തിന്റെ ആഗ്രഹങ്ങളോട് വേണ്ട എന്ന് പറയുന്നത് പിശാചിന് ഇഷ്ടമില്ല. അതുകൊണ്ട് അവൾ ഉപവസിച്ച് തന്നെ പ്രാർത്ഥിച്ചു. ആ സഹോദരി ഇവിടെ ധ്യാനത്തിൽ പങ്കെടുക്കുകയും അനേകം തിന്മകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയും വളരെ സൗഖ്യമായിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയും ചെയ്തത്. ഞാൻ പറയേണ്ട കാരണം ഇതാണ്. ഈ പത്രോസ്ലിയുടെ 1-ാം ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം 1-ാം വാക്യം കൃത്യമായിട്ട് പറയുന്നു, ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം എന്താണ്? പീഡനങ്ങളുടെ മനോഭാവം അത് നിങ്ങൾ എന്തായിട്ട് എടുക്കണം? ആയുധമാണ്. ശരീരത്തിൽ പീഡനമേറ്റാൽ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ എന്താണ്? ത്യാഗപ്രവർത്തനം എന്താണ്? ആയുധമാണ്. ആർക്കെതിരെ? പിശാചിനെതിരെയുള്ള യുദ്ധത്തിൽ ആയുധമാണ്. ഒന്ന് ചേർത്ത് പറയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പലർക്കും ഈ ഒരു ആയുധത്തെ പറ്റി നല്ല ബോധ്യമില്ല. നോമ്പുകാലത്തെ പറ്റി ഇത് പറയുമ്പോൾ ചില ഭക്ഷണം ഉപേക്ഷിക്കുന്നതാണോ വലിയ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ ഉപേക്ഷിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥകളുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ഇറച്ചി ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതുപോലെ സ്വീകരിക്കാൻ പറ്റാത്ത എത്രയോ ക്രിസ്ത്യാനികളാണ്. നോമ്പുകാലത്ത് ഈ കുറച്ച് വസ്തുക്കൾ, ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാൻ പറ്റാത്ത എത്രയോ ക്രിസ്ത്യാനികളാണത്. ശരീരത്തിൽ പീഡനമേൽക്കുന്നത്, ത്യാഗമെടുക്കുന്നത് ആയുധമാണെന്ന് മനസ്സിലാകാത്ത ക്രിസ്ത്യാനി നിന്റെ വീട്ടിൽ പിശാച് ബാധ ഒഴിയും. അത് പല രീതിയിലായിരിക്കും വരുന്നത്. അത് വലിയ ബാധ രീതിയിലൊന്നല്ല. ഇത് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. അത് പലതരത്തിലുള്ള അടിമന്ത്രങ്ങളായിട്ടായിരുന്നു. എല്ലാം സുഖിച്ചോ എന്ന് പറയുന്ന പിശാചിന്റെ ആധിപത്യത്തിന്റെ കാര്യം ഞാൻ പറയുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നമുക്കുണ്ടായിരിക്കട്ടെ. ഒന്ന് ചേർന്ന് പറയുമ്പോ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങൾ നമ്മുടെ മേൽ പതിക്കാതിരിക്കാൻ അവിടുന്ന് കുരിശിൽ തന്റെ പീഡകളിലൂടെ അതിനെല്ലാം ക്യാൻസൽ ചെയ്യുകയാണ്. പത്രോസ്ലിയുടെ 1-ാം ലേഖനത്തിന് 2-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വാക്യം. 1 പത്രോസ് 2-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വാക്യം. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. എങ്ങനെയാണ്? സ്വന്തം ശരീരത്തിൽ സഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരായി മാറുന്നത് കൊണ്ട് യേശു ക്രിസ്തുവിൽ സഹിച്ച സഹനങ്ങളോട് ഐക്യപ്പെടുന്നതാണ് നമ്മുടെ ചെറിയ ത്യാഗങ്ങളൊക്കെ. അതിനുള്ള കൃപ നമുക്കുണ്ടാവട്ടെ. അതിനോട് പോലും വിട പറഞ്ഞ് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വലിയ സഹനങ്ങൾ എങ്ങനെ നമ്മൾ ഏറ്റെടുക്കും? സ്വർഗത്തിലെത്താനായിട്ട് ഈ ഭൂമിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ സഭ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യുക. അതിനർത്ഥമുണ്ട്. ഈ ലോകം പറയും ഇതൊന്നും അർത്ഥം ഇല്ലെന്നുണ്ട്. ഈ ലോകത്തിന്റെ വചനം അല്ല കേൾക്കേണ്ടത്. ഈശോയിലൂടെ വരുന്ന വചനം, സഭയിലൂടെ വരുന്ന വചനം.
അതുപോലെ തന്നെ വിശുദ്ധർ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ദൈവത്തിന്റെ ഓരോ വചനവും ആത്മാർത്ഥമായി സ്വീകരിക്കേണ്ടത് നമുക്ക് ഓരോരുത്തർക്കും കൃപ ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ മനോഭാവം നമ്മളെല്ലാവരും നിറയാൻ ആഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി പീഡ സഹിച്ച ഈശോയെ നമുക്ക് ആരാധിക്കാൻ സാധിക്കട്ടെ. എന്റെ പീഡാനുഭവം ഈശോയുടെ പീഡാനുഭവത്തോട് ചേർത്ത് നിന്നുകൊണ്ട് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോയിലൂടെ എനിക്ക് രക്ഷയുണ്ടെന്നുള്ള ബോധ്യം നമുക്ക് നമ്മിൽ നിറയാനായിട്ട് ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിക്കും ഒരു അഭിഷേകം ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കുരിശാണ് നമ്മുടെ രക്ഷ, കുരിശിലാണ് നമ്മുടെ രക്ഷ. ആ കുരിശിനെ നമുക്ക് ആരാധിക്കാം. കുരിശാണ് നമ്മുടെ രക്ഷ, കുരിശിലൂടെയാണ് നമുക്ക് രക്ഷ, പാപമോചനം എന്ന രക്ഷ. ആ കുരിശിനെ നമുക്ക് ആരാധിക്കാം. കുരിശാണു രക്ഷ, കുരിശിനാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശാണു രക്ഷ, കുരിശിനാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. ഒന്ന് ചേർന്ന് പാടാമോ? കുരിശാണു രക്ഷ, കുരിശിനാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. സ്നേഹമുള്ളവരെ, ഈശോ കുരിശേറ്റെടുക്കുമ്പോൾ ആദ്യം ഈശോയ്ക്ക് ഉണ്ടാകുന്നത് ആത്മപീഡനമാണ്. അതിനുശേഷമാണ് ശാരീരിക പീഡനം ഉണ്ടാകുന്നത്. അപ്പൊ ഈ ആത്മപീഡനം ഗെത്സമനിൽ ഏറ്റെടുക്കുമ്പോൾ, ഈശോ സകല പാപങ്ങൾ ഏറ്റെടുക്കുമ്പോൾ മനുഷ്യനായ ഈശോ പറയുകയാണ്, ഈശോയിൽ മനുഷ്യത്വം കൊണ്ട്, പൂർണ്ണ മനുഷ്യത്വം, പൂർണ്ണ ദൈവത്വം കൊണ്ട് ആ പൂർണ്ണ മനുഷ്യൻ വിചാരിക്കുകയാണ് ഞാൻ തന്നെയാണ് പാപമെന്ന്. പാപം മുഴുവൻ മനുഷ്യൻ ഏറ്റെടുത്ത് കഴിയുമ്പോൾ സംഭവിക്കുന്നതാണ്, പാപിയായ മനുഷ്യന് ദൈവമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. പാപിയായ മനുഷ്യന് മനുഷ്യനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ഭാവിയായ മനുഷ്യന് തന്നോട് തന്നെയുള്ള ബന്ധം നഷ്ടപ്പെടും. 3 മേഖലയിൽ ബന്ധം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. നോ കണക്ഷൻ, നോ സിഗ്നൽ. എപ്പോഴും ദൈവത്തെ അപ്പാ അപ്പാ എന്ന് വിളിച്ചു നടന്ന ഈശോയ്ക്ക് പാപം മുഴുവൻ തന്നിലേക്ക് സ്വീകരിച്ച് ആ മനുഷ്യൻ ഈശോയ്ക്ക് വേണ്ടി, പിതാവിന് വേണ്ടി അത് ഏറ്റെടുത്തപ്പോൾ, മനുഷ്യന്റെ പാപം മുഴുവൻ ഏറ്റെടുത്തപ്പോൾ ദൈവമുള്ള കണക്ഷൻ പൂർണ്ണമായിട്ടും ഇല്ലാതായ അവസ്ഥ. ദൈവത്തിന്റെ ബന്ധമില്ലാതിരിക്കുമ്പോൾ പൂർണ്ണ അന്ധകാരമാണ്. കാരണം ദൈവം സ്നേഹം തന്നെയാണ്. ഒരു സ്നേഹം ഉള്ളിൽ തോന്നുന്നില്ല, പൂർണ്ണമായ അന്ധകാരം. ഈ അന്ധകാരാവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ, പാപം നമ്മിൽ പെരുകി കഴിയുമ്പോൾ നമുക്ക് വല്ലാതെ അസ്വസ്ഥതകൾ ഉണ്ടാകും. പാപഭാരം കൂടിക്കഴിയുമ്പോഴാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാത്തൊരവസ്ഥ. പലരും പാപത്തിന്റെ ഭാരം നിമിത്തം, സ്നേഹത്തിന്റെ അഭാവ നിമിത്തം, ദൈവ മഹത്വത്തിന്റെ അഭാവ നിമിത്തം എന്ത് ചെയ്യും? ചിലപ്പം പോയി അറിയാതെ ആത്മഹത്യ വരെ ചെയ്തു. ഈ ദിവസങ്ങളെ പത്രമാധ്യമങ്ങളൊക്കെ നമ്മൾ കാണുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്? ഉള്ളിൽ അന്ധകാരം, ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നു, മനുഷ്യനാണ് ബന്ധം നഷ്ടപ്പെടുന്നു, തനിക്ക് തന്നോട് തന്നെയുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. പിശാച് വലിച്ചുകൊണ്ടുപോകും. എങ്ങോട്ട്? മരണത്തിലേക്ക്. എവിടെ പോയി ആത്മഹത്യയായിട്ട് യാതൊരു ഭയമില്ല. കാരണം അവന്റെ ബോധം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. പാപാന്ധകാരത്തിന്റെ അവസ്ഥ ഇതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കൊടുക്കുക. പാപത്തിന് ഒരു പേരും രൂപവും ഒക്കെ നമ്മൾ നിശ്ചയിക്കേണ്ടതാണ്. പാപം എന്തൊക്കെയാണ്? അഹങ്കാരം, അസൂയ, അലസത, വെറുപ്പ്, ചെടികാസക്തികൾ, ധനാസക്തികൾ, കുറ്റം പറച്ചിലുകൾ, മദ്യപാനം, മയക്കുമരുന്ന്, വ്യഭിചാരം, ബ്ലൂഫിന്, സ്വയംഭോഗം, സ്വർഗഭോഗം, പേരുകളുണ്ടാവും. അങ്ങനെ അനേകം പാപങ്ങൾ എല്ലാം അതെല്ലാം ഇങ്ങോട്ട് ഏറ്റെടുത്തു. ഈശോ തന്നിലേക്ക് ഏറ്റെടുത്തു. ഈ പാപത്തിന്റെ സകല എത്രയോ കോടി, ഇപ്പം തന്നെ 800 കോടിയോളം ജനങ്ങളുണ്ട്. കഴിഞ്ഞു പോയ ജനത എത്രയാണ്? ഈ വരാനിരിക്കുന്ന എത്രയാണ്? എല്ലാവരുടെയും പാപത്തിന്റെ ബന്ധമാണ് ഒരാൾ മാത്രമാണ് ഏറ്റെടുക്കുന്നത്. അപ്പോഴാണ് ദൈവമായിട്ട് കണക്ഷൻ ഇല്ലാതിരിക്കുന്ന അവസ്ഥ. അതാണ് ആത്മഭാരം എന്ന് പറയുന്നത്.
സ്നേഹമില്ലാതെ വന്നാൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന എന്താണ്? ആത്മാവിന്റെ ഭാരം. ഭാര്യ സ്നേഹിക്കുന്നില്ലെങ്കിൽ, ഭർത്താവ് സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മളുണ്ടാകുന്ന വേദന എന്താണ്? ഭാരം. മക്കളെ സ്നേഹിക്കുന്നില്ല, സഹോദരങ്ങളെ സ്നേഹിക്കുന്നില്ല, മാതാപിതാക്കളെ സ്നേഹിക്കുന്നില്ല, നമുക്കുണ്ടാകുന്ന ഭാരം എന്താണ്? ആത്മഭാരമാണ്. ചങ്ക് പൊട്ടിപ്പോകുന്ന വേദന. എന്തുകൊണ്ടാണ് കരയുന്നത്? ചങ്ക് പൊട്ടിപ്പോകുന്ന വേദനയാണ്, സ്നേഹം കിട്ടാത്തതിന്റെ. യേശുവിന് അത് തന്നെയാണ് സംഭവിച്ചത്. ദൈവങ്ങളുടെ കണക്ഷൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ ചങ്ക് പൊട്ടി വേദനിക്കുകയാണ് അവിടെ. അതുകൊണ്ടാണ് രക്തധമനികൾ പോലും പൊട്ടിയിട്ട് അത് വിയർപ്പ് തുള്ളികളാക്കി പുറത്തേക്ക് വന്ന് വീഴുന്നത്. ചങ്ക് പൊട്ടുന്ന വേദനയാണ് ദൈവങ്ങളുടെ ബന്ധമില്ലാതെ നഷ്ടപ്പെട്ടു പോയ ഉണ്ടാകുന്നത്. യെശയ്യാ പ്രവചന പുസ്തകത്തില് 53-ാം അധ്യായം 5-ാമത്തെ വാക്യം, യെശയ്യാ 53:5, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അതായിരുന്നു നമ്മുടെ രക്ഷയുടെ കേന്ദ്രമായിട്ട് നിന്നത്. അങ്ങനെ സങ്കീർത്തനം 88:7, അങ്ങയുടെ ക്രോധം എന്നെ ഞെരുക്കുന്നു, അങ്ങയുടെ തിരുമാലകൾ എന്നെ മൂടുന്നു എന്ന് സങ്കീർത്തനം നാം കാണുന്നുണ്ട്. ക്രോധവും ഒക്കെ നമ്മളെ മൂടിക്കളയുന്ന ഒരവസ്ഥയുണ്ട്. ഒരു പാപം ഒരാളിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഒരു കുടുംബത്തിൽ സ്നേഹമില്ലാതെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് താങ്ങാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയുണ്ട്. അതിന്റെ എല്ലാത്തിന്റെയും മൂർധന്യാവസ്ഥയാണ് ഈശോ അനുഭവിച്ചുകൊണ്ടിരുന്നത്. നമ്മള് പിരമിഡ് കണ്ടില്ല, പിരമിഡ് എന്റെ പടം നമ്മൾ കണ്ടിട്ടുണ്ടോ? പിരമിഡ് താഴെ നല്ല വലിയ സ്പേസ് ആണ്, പക്ഷെ അത് മുകളിലോട്ട് ചെല്ലുമ്പോഴോ കൂർത്ത് ഒരൊറ്റ പോയിന്റിലേക്ക് നിൽക്കും. അതും പിരമിഡ് തിരിച്ചു വെച്ചാലും ആ ഒറ്റ പോയിന്റിൽ ബാക്കി മുഴുവനും ഭാരം വാങ്ങേണ്ട അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് സകലവർത്തിന്റെയും പാപത്തിന്റെ പരിണിതഫലം ഈ ഒരൊറ്റ പോയിന്റിലേക്ക് വരികയാണ്. ഒറ്റ പോയിന്റിലേക്ക് വരുമ്പോൾ തകർന്നു പോകുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാവുകയാണ്. അവിടെയാണ് ഈശോ പിതാവിനോട് ചേർന്ന് നിൽക്കുന്നത്. പിതാവിനോട് ചേർന്ന് നിന്നപ്പോഴാണ് ആ തകർച്ചയിൽ നിന്ന് ഈശോയ്ക്ക് വിടുതൽ പ്രാപിക്കാൻ സാധിച്ചത്. എന്റെ അപ്പൻ കൂടെയുണ്ടെന്നുള്ള ബോധ്യം. കാൽവരിമേലുള്ള യാത്രയിലും ഈശോ പിതാവിനോട് ചേർന്നാണ് ശ്രമിച്ചത്. ഈശോ ചുമന്നുകൊണ്ട് പോകുന്ന ആ കുരിശുമരണം എന്ന് പറയുന്നത് അത് പാപത്തിന്റെ സിംബലാണ്. ആ പാപം മുഴുവനുമാണ് ഈ കുരിശിലൂടെ അവിടുന്ന് സഹിച്ചുകൊണ്ട് പോകുന്നത്. പിതാവായ ദൈവം പറഞ്ഞു, മകനെ നീ ഏറ്റെടുക്ക്. ആ പുത്രൻ അത് ഏറ്റെടുക്കുകയും ചെയ്തു. പിതാവ് അതുവരെ സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈശോ. പിതാവും പുത്രനും തമ്മിൽ അഭേദ്യമായ ബന്ധം. എപ്പോഴും അബാ 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 എന്ന് വിളിച്ചാണ് ഈശോ ജീവിച്ചത്. അനേകം പ്രാവശ്യം ബൈബിളിൽ വായിച്ചാൽ നമുക്കറിയാം. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തില് ഓരോ തവണ അപ്പാ 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 എന്ന് വിളിച്ചുകൊണ്ടാണ് ഈശോ ജീവിച്ചത്. ഓരോ ദിവസത്തെ പ്രവർത്തനം കഴിഞ്ഞിട്ട് അപ്പനോട് സംസാരിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അപ്പനും മകനും തമ്മിലുള്ള ആഴമായ ബന്ധം. പൂർണ്ണ മനുഷ്യനായ ഈശോ, പൂർണ്ണ ദൈവമായ ഈശോ അപ്പനുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിലാണ് ജീവിച്ചത്. അപ്പൻ അവിടെ ചെയ്യുന്നത്, അപ്പൻ പറഞ്ഞ കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് അതേപടിയാണ് ഈശോ ഭൂമിയിൽ ചെയ്യുന്നത്. അങ്ങനെ ആ അഭേദ്യമായ ബന്ധം ഇല്ലാതായിരിക്കുന്ന അവസ്ഥയാണ് കുരിശുമരണത്തിന്റെ സമയത്ത് ഈശോയ്ക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ പരിശുദ്ധനായവരിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആത്മഭാരം. അതുകൊണ്ടാണ് ഈശോ കുരിശിൽ മരിക്കുമ്പോൾ അവിടെ വലിയ പ്രകൃതിക്ക് പോലും മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഈശോയുടെ ഉള്ളിലുണ്ടായ ആത്മഭാരത്തിന്റെയും വിഷമതയുടെയും ഒക്കെ ഒരു പ്രതിഫലനമായിരുന്നു പുറത്ത്. പാറകൾ കിടന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു, അവിടെ ഭൂകമ്പം ഉണ്ടായി. ഇതെല്ലാം സംഭവിക്കുന്നത് ഈ പ്രകൃതിയുടെ നാഥൻ തന്നെ ഏറ്റെടുത്ത വലിയൊരു ഭാരം. അതിന്റെ പ്രതിഫലനം ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവുകയാണ്. പാപത്തിന്റെ പ്രതിഫലനമാണ് അവിടെ ഉണ്ടാകുന്നത്. കഠിന പാപത്തിലൂടെ കടന്നുപോയാൽ ഇങ്ങനെ തന്നെയൊക്കെയാണ് സംഭവിക്കുന്നത്. എന്നാൽ ഈശോ നമുക്ക് വേണ്ടി ആ പീഡകൾ ഏറ്റെടുത്തപ്പോൾ നമുക്കൊരു രക്ഷകൻ പിറക്കുകയാണ് ഉണ്ടായത്. ആ രക്ഷകനാണ് ഈ കുരിശിൽ കിടക്കുന്നതെന്ന് അപ്പോൾ പലർക്കും മനസ്സിലായിട്ടില്ലായിരുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ശതാധിപതി എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് കുരിശിൽ മരിക്കുമ്പോൾ ശതാധിപൻ പറയുന്നത്, ഇവൻ സത്യമായി ദൈവപുത്രനാണ്. ദൈവത്തെ കണ്ടെത്താനായിട്ട് അവിടെ സാധിക്കുകയാണ്. കഠിന പാപവും പരിശുദ്ധിയും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. ആ പ്രതിസന്ധിയാണ് ഈ പ്രകൃതിയിൽ ആ സമയത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നത്. മനുഷ്യന് താങ്ങാനാവാത്ത ഒരു വേദന ഉണ്ടായാൽ ഞാൻ മുമ്പ് പറഞ്ഞു,
താങ്ങാനാകാത്ത വേദന ഉണ്ടാകുമ്പോൾ അവൻ ചിന്തിക്കും ആത്മഹത്യ ചെയ്തേക്കാം. എന്നാൽ ദൈവം ഒരാളുടെ ഉള്ളിൽ നിറയുമ്പോൾ പറയും, ദൈവം എന്റെ കൂടെയുണ്ട്. ഞാനൊരു മനുഷ്യനെ ഈ അടുത്ത കാലത്ത് കണ്ടെത്തി. അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ട് വന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ജീവിതത്തിൽ ഒത്തിരിയേറെ കടബാധ്യതയുണ്ട്, അതുകൊണ്ട് എനിക്ക് മരിച്ചേക്കാമെന്ന് വിചാരിച്ചു. അദ്ദേഹം മരിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ തിരിച്ചു പോരേണ്ടി വരും. ട്രെയിനിന്റെ മുമ്പിൽ ചാടാനായിട്ട് പോയി. അപ്പോഴാണ് ഒരു സുഹൃത്ത് വിളിക്കുന്നത്. സുഹൃത്ത് ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചു. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാതെ തിരിച്ചു പോയി. വീണ്ടും മരിക്കാനായിട്ട് ഒരു കയറുമായിട്ട് നടന്നിട്ട് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യാൻ ഒരു സ്ഥലവും കണ്ടെത്താൻ പറ്റിയില്ല. കാരണം പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ടാണ്. അങ്ങനെ ആത്മഹത്യ ചെയ്യാതെ അദ്ദേഹം ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ള കയറ് വണ്ടിയിലുണ്ട്. പക്ഷെ ആത്മഹത്യ ചെയ്യുന്നില്ല, ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അവസാനം ഭാര്യനും മക്കളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് അദ്ദേഹം ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. നല്ല കുമ്പസാരം നടത്തി. അതിനുശേഷം അദ്ദേഹത്തിന് ആത്മഹത്യ പ്രവണത മാറി. എല്ലാ ഭാരവും കൂടെ കയറി കഴിയുമ്പോൾ മരിച്ചേക്കാവുന്ന തോന്നലുണ്ടാകുകയാണ്, ഇരുട്ടുണ്ടാകുകയാണ്. പക്ഷേ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം വന്നപ്പോൾ ഈ സഹനങ്ങളിലും എന്റെ ദൈവം എന്നെ നയിക്കും എന്നുള്ള ബോധ്യം ആ മനുഷ്യന്റെ ഉള്ളിലേക്ക് ഉണ്ടാവുകയാണ്. ഒന്ന് ചേർത്ത് പറയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗലാത്യ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ശപിക്കപ്പെട്ടവനെ പോലെ ഈശോ കുരിശിൽ കിടക്കുകയാണ്. ആ കാലഘട്ടങ്ങളിൽ അന്ന് കണ്ടെത്തിയ ഏറ്റവും ക്രൂരമായ പീഡയാണ് കുരിശ് മരണം എന്ന് പറയുന്നത്. പേർഷ്യക്കാരാണ് ഇത് കണ്ടെത്തിയത്. ഏറ്റവും ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കാറുണ്ട്. റോമാക്കാർക്ക് ഇത് തുടരുകയും ചെയ്തു. റോമാക്കാർക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അപ്പോൾ തന്നെ അവരെ കൊന്നുകളയുമായിരുന്നു. ഏറ്റവും പീഡനയുള്ള കുരിശുമരണമാണ് അവർക്ക് കൊടുത്തിരുന്നത്. ആ കാലഘട്ടങ്ങളിൽ ചരിത്രകാരന്മാർ പറയുന്നത് 5000-ഓളം പേരെ കുരിശിൽ ആ കാലഘട്ടങ്ങളിൽ കൊന്നിരുന്നു. ദുസ്സഹമായ വേദന അനുഭവിച്ചാണ് ആ കുരിശിൽ കിടക്കുന്നത്. അങ്ങനെ കടന്ന് മരിക്കുന്ന 3 മുതൽ 7 ദിവസം വരെ കുരിശിൽ ഇങ്ങനെ ശ്വാസം കിട്ടാതെ കിടക്കും. 3 മുതൽ 7 ദിവസം വരെ അങ്ങനെ കിടക്കുന്ന അവസ്ഥകളുണ്ട്. അങ്ങനെ നരകിച്ചാണ് ഒരു മനുഷ്യൻ മരിക്കുന്നത്. ആ പീഡനാണ് അത്. അങ്ങനെയൊക്കെ ഒരു കുരിശിലേക്കാണ് ഈശോ കടന്നു പോകുന്നത്. അവിടെ ശപിക്കപ്പെട്ടവനായിട്ട് കുരിശിൽ മരിക്കുന്നവനെ ശപിക്കപ്പെട്ടവനായ മനുഷ്യൻ കാണുന്നത് പോലെ ഈശോയെ മറ്റുള്ളവർ കാണുമെന്നാണ് വിചാരിച്ചത്. ഈശോ ഏറ്റെടുത്തത് നമ്മുടെയൊക്കെ ശാപങ്ങളായിരുന്നു, നമ്മുടെ ബലഹീനതകളായിരുന്നു, നമ്മുടെ പാപങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഈശോയ്ക്ക് പിതാവുമായിട്ട് കണക്ഷൻ നഷ്ടപ്പെട്ടപ്പോൾ ഈ പിതാവ് എന്താ സംസാരിക്കാത്തതെന്ന് ചോദിച്ചത്. പിതാവേ ഇത് നിലവിളിക്കാൻ കാണുന്നതാണ് നിശബ്ദത. നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിശബ്ദത വന്നു കഴിഞ്ഞാൽ, അപ്പൻ സംസാരിക്കുന്നില്ല എന്ന് തോന്നിയാൽ, എന്തേ പ്രാർത്ഥന കേൾക്കാത്തത് എന്ന് ചോദിച്ച് നമ്മൾ അറിയാതെ നിലവിളിച്ചു പോകാറുണ്ട്. അപ്പന്റെ നിശബ്ദത ഈ മകന് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതാണ് പാപം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം. എന്നാൽ അത്ര നിലവിളിച്ചു കഴിഞ്ഞപ്പോഴും മനസ്സിൽ ശരീരത്തിൽ വല്ലാതെ പീഡനം ഉണ്ടാകുമ്പോഴും ആത്മാവിൽ ഒരു കണക്ഷൻ നഷ്ടപ്പെട്ടു പോയപ്പോഴും അതിനുശേഷം അപ്പന്റെ സാന്നിധ്യം ഈശോയ്ക്ക് കിട്ടുകയാണ്. ഈശോ അപ്പനെ തള്ളിപ്പറഞ്ഞില്ല. അതുകൊണ്ടാണ് അവസാനം ഈശോ പറയുന്നത്, എന്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാനിതാ ഏൽപ്പിക്കും. പിതാവാണ്ട കണക്ഷൻ നഷ്ടപ്പെടുന്നത് സകലത്തിന്റെ അങ്ങേ മുഹൂർത്തത്തിൽ നിൽക്കുമ്പോഴും പിതാവായ ദൈവത്തോടുള്ള കണക്ഷൻ നഷ്ടപ്പെടാത്ത ഈശോ കുരിശിൽ മരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുകയാണ്. ആ കുരിശിനോട് ചേർന്ന് നിന്നാൽ മാത്രമേ, അനുദിന കുരിശിനോട് ചേർന്ന് നിന്നാൽ മാത്രമേ ഈ പിതാവിൽ നിന്ന് കിട്ടുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ സഹനം വരുമ്പോൾ എന്തേ ദൈവത്തെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്റെ ദൈവം എന്തോ എന്നോട് സംസാരിക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഈശോ നമുക്ക് മുമ്പേ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ചെങ്കിൽ ആ കുരിശിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നിശബ്ദതയാണ് ആദ്യം നമ്മൾ അനുഭവിക്കുന്നത്. പ്രാർത്ഥന കേൾക്കാത്തൊരവസ്ഥയാണ് ആദ്യം ഉണ്ടാകുന്നത്.
രോഗങ്ങളോ സഹനങ്ങളോ തകർച്ചകളോ മാറാത്തൊരവസ്ഥയാണ് ആദ്യം ഉണ്ടാകുന്നത്. പക്ഷേ വീണ്ടും വീണ്ടും അപ്പാ എന്ന് വിളിച്ചാൽ നമുക്ക് കേൾക്കാൻ സാധിക്കും, അപ്പൻ കൂടെയുണ്ട്. അകലെയല്ല, അടുത്ത് തന്നെ. ഈ കുരിശിന്റെ മറുപുറത്ത് അപ്പനുണ്ടെന്ന് ഈശോയ്ക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് എന്റെ ആത്മാവിനെ അങ്ങയുടെ കാര്യങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ശിശു അമ്മയുടെ മാറിൽ കിടന്ന് ഉറങ്ങുന്നത് പോലെ ഈശോ കുരിശിൽ കിടന്ന് മരിച്ചു. ആത്മാവിനെ സമർപ്പിക്കുന്നുണ്ട്. ദൈവമായിട്ടുള്ള ബന്ധം അവിടെ പിന്നീട് തിരിച്ചു കിട്ടുകയാണ്. സകലത്തിന്റെ അങ്ങേയറ്റത്തൂടെ കടന്നു പോകുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ ഈ സകലത്തിന്റെ മുഹൂർത്തത്തിലും പിതാവിനെ കണ്ടെത്തണമെങ്കിൽ ഈശോയോട് ചേർന്ന് നിന്നാൽ നിനക്കത് സാധിക്കും. നമുക്കത് സാധിക്കും. സാധിച്ചിട്ടുള്ളവരാണ് അനേകം പേര്, സാധിക്കാത്തത് അനേകം പേരുണ്ട്. സാധിക്കാത്തവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ സാധിച്ചവരെ നോക്ക്. കിട്ടിയിട്ടുണ്ട്. കിട്ടത്തില്ല എന്ന് പറയുന്നത് പിശാചിന്റെ തന്ത്രമാണ്. കിട്ടും. കാരണം നമ്മുടെ ദൈവം നമ്മളെ ഉപേക്ഷിക്കുന്നവരല്ല. നമ്മുടെ ദൈവം നമ്മളെ തള്ളിപ്പറയുന്നവരല്ല. നമ്മുടെ ദൈവം കൈവിടുന്നവരല്ല, ചേർത്ത് പിടിക്കുന്നവരാണ്. നമ്മോടൊപ്പം തന്നെ സഹിച്ച ഒരു യേശുവിനെയാണ്, ഒരു ദൈവത്തെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒന്ന് ചേർത്ത് പറയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമില്ലാത്തവനായി തീരുക എന്ന് പറഞ്ഞാല് നിരീശ്വരനായി മാറുക എന്നുള്ളതാണ്. ഒരു നിരീശ്വരനെ പോലെ ഈശോയുടെ കടന്നെങ്കിലും വീണ്ടും ഈ ദൈവത്തെ തിരിച്ചു കിട്ടിയപ്പോൾ ഈശോയുടെ ഉള്ളിലുണ്ടായിരുന്ന ആനന്ദം വലുതായിരുന്നു. അതുകൊണ്ടാണ് ഈശോയ്ക്ക് ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാൻ സാധിച്ചത്. എത്രയോ ശാന്തമായിട്ടാണ് ഒരാൾ കുരിശിൽ മരിക്കുന്നത്. എത്രയോ ശാന്തമായിട്ട്. കുരിശ് മരണം ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഈശോയ്ക്ക് അത് സാധിച്ചത് പിതാവിനോട് ചേർന്നെന്നാണ്. അപ്പൊ നമ്മുടെ അനുദിന കുരിശിനെ എടുക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ഈശോയോട് ചേർന്ന് തന്നെ കുരിശെടുക്കണം. അപ്പോൾ നമ്മുടെ സകലങ്ങളെ മധുരമുള്ളതാക്കി തീർക്കാൻ പറ്റും. സകലങ്ങൾ ചിലതൊക്കെ ഇല്ലാതാകും, ചില സകലങ്ങൾ കൂടെ ഉണ്ടാകും. ഈ കാര്യം ഓർത്തോടുക. ചില സകലങ്ങൾ മാറിപ്പോകും, ചില സകലങ്ങൾ മാറിപ്പോയില്ലേലും അതിനെ എടുക്കാനുള്ള കൃപ കിട്ടും. പുറപ്പാട് പുസ്തകത്തിലെ 15-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വാക്യം നമ്മളിങ്ങനെ കാണുന്നുണ്ട്. മാറായിലെ കൈപ്പുള്ള ജലം, ഒരു തടിക്കഷ്ണം, അത് കൈപ്പുള്ള ജലമായിരുന്നു. എന്നാൽ ഒരു തടിക്കഷ്ണം ഇട്ട് കഴിഞ്ഞപ്പോൾ കൈപ്പുള്ള ജലം അത് മധുരമുള്ളതായി മാറി. ചില സകലങ്ങൾ മാറാതിരിക്കുമ്പോൾ ഈ തടിക്കഷ്ണം ഇട്ടാലുണ്ടല്ലോ, ഈ തടിക്കഷ്ണത്തോട് ചേർന്ന് നിന്നാൽ അത് മധുരമുള്ള സകലമായിട്ട് മാറും. അത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമല്ല, ആത്മാവിൽ അനുഭവിക്കുന്ന കാര്യമാണ്. ആത്മീയമായി വളർന്ന വ്യക്തിക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈശോയെ ഏകരക്ഷകനാഥനുമായി സ്വീകരിക്കുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു മഹാരഹസ്യമാണ്. എന്റെ സകലത്തിൽ ഈശോയുടെ കുരിശ് എന്ന കുരിശ് തടി ഇട്ടുമ്പോൾ എന്റെ സകലം മധുരമുള്ള അനുഗ്രഹമുള്ള ഒരു സകലമായി മാറും. എന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു സകലമായി മാറും. എന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു സകലമായി മാറുമെന്ന് ആ വ്യക്തി തിരിച്ചറിയാണ്. ഒന്ന് ചേർന്ന് പറയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിന്റെ കയ്പിനെയെല്ലാം മധുരമുള്ളതാക്കി തീർക്കുന്നത് ഈ കുരിശിനോട് ചേർന്നുള്ള സകലമാണ്. അത് മനുഷ്യകുലം ഈശോയോട് ചേർന്ന് ഏറ്റെടുത്താലേ അത് അവർക്ക് ലഭിക്കുകയുള്ളൂ. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ് ഈ കുരിശിനോട് ചേർത്ത് നമ്മുടെ അനുദിന കുരിശ് എടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഈശോ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ അനുദിന കുരിശെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരണം. കുരിശെടുക്കാത്തവൻ എന്റെ ശിഷ്യനേ അല്ല. കുരിശെടുക്കാത്തവൻ എന്റെ ശിഷ്യനേ അല്ല. എന്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എങ്ങനെ അനുഗമിക്കേണ്ടത്? കുരിശിന്റെ വഴിയിലേക്കൂടെ തന്നെ അനുഗമിക്കുക. സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ്. ഇടുങ്ങിയ വഴി എപ്പോഴും സകലമുള്ള വഴിയാണ്. സകലം മാറിപ്പോകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് നമ്മൾ അന്വേഷിക്കുന്നെങ്കിൽ ഈ സകലങ്ങൾ അനുഗ്രഹമുള്ളതാക്കി തീർക്കാൻ നമുക്ക് ആത്മീയ ജ്ഞാനം ലഭിക്കും. ഒന്ന് ചേർന്ന് പറയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ഈ സകലങ്ങളുടെ കടന്നു പോകുമ്പോഴും ഈശോയ്ക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടില്ല. മാനുഷികമായി വേദന എടുത്തപ്പോൾ വിളിച്ചു പറഞ്ഞു, അപ്പാ അവിടുന്ന് ഇവിടെ ഇല്ലേ? നിലവിളിച്ചു.
എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ പരിത്യജിച്ചു? സങ്കീർത്തനം 22 അതിന്റെ ആ സങ്കീർത്തനം വായിച്ചു നോക്കിയാൽ അറിയാം, അത് നിരാശപ്പെട്ടവന്റെ ഒരു സങ്കീർത്തനം അല്ല, വേദന എടുക്കുന്നവന്റെ, സഹിക്കുന്നവന്റെ സങ്കീർത്തനമാണ്. ആ സകലത്തിന്റെ അവസാനം 22 സങ്കീർത്തനം വായിച്ച് തീരുമ്പോൾ നമുക്കറിയാം, പ്രത്യാശ ഉള്ളവന്റെ ഒരു നിലവിളിയാണ്. ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വേദനയുള്ള ഒരു മുഹൂർത്തമാണ്, പക്ഷേ അപ്പ കൂടെയുണ്ട് എന്ന് ബോധ്യം കെട്ടുകയാണ്. സങ്കീർത്തനമൊക്കെ ഈശോയ്ക്ക് കാണാൻ പാഠമായിരുന്നു. കുരിശിൽ കിടക്കുമ്പോഴും സങ്കീർത്തനം ചെല്ലുകയാണ്. അപ്പൊ ഈശോയുടെ ഉള്ളിൽ എത്രമാത്രം ദൈവത്തിന്റെ വചനം ആഴമായിട്ട് പതിഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ സകലത്തിന്റെ മുഹൂർത്തത്തിന് സങ്കീർത്തനം ചെല്ലുകയാണ്. സകലത്തിന്റെ മുഹൂർത്തത്തിൽ നമ്മൾ എന്താ ചെല്ലുന്നത്? സങ്കീർത്തനം തന്നെയാണോ എന്ന് നമ്മൾ ആലോചിക്കണം. ദൈവത്തിന്റെ വചനം നമുക്ക് ആശ്വാസം നൽകിക്കൊണ്ടേയിരിക്കും, പ്രത്യാശ നൽകിക്കൊണ്ടേയിരിക്കും. തകർന്നു പോകാതിരിക്കാൻ, തളർന്നു പോകാതിരിക്കാൻ, വീണു പോകാതിരിക്കാൻ, ഉടഞ്ഞു പോകാതിരിക്കാൻ കർത്താവിന്റെ വചനം എപ്പോഴും സകലത്തിലും ശക്തി നിന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദൈവവചനം വായിക്കുന്നത് നഷ്ടമല്ല. ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിന്റെ വചനം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ജീവൻ ഉണ്ടാവും. പ്രത്യാശ നമ്മൾ നിറഞ്ഞുകൊണ്ടേയിരിക്കും, വിശ്വാസം നിറഞ്ഞുകൊണ്ടേയിരിക്കും. വിശ്വാസമില്ലാത്ത ഒരു ജീവിതം ഉണ്ടാവില്ല. പ്രത്യാശയോ വിശ്വാസമോ സ്നേഹമോ ഇല്ലാതിരിക്കുന്ന വ്യക്തികൾക്ക് പ്രാർത്ഥന മാത്രമുണ്ട്, പക്ഷേ ആഴമായ വിശ്വാസമോ പ്രത്യാശയോ സ്നേഹമോ ഇല്ലെങ്കിൽ സഹനം വരുമ്പോൾ പ്രാർത്ഥന നിർത്തും, പള്ളിയിൽ പോക്ക് നിർത്തും, നിരീശ്വരവാദത്തിലേക്ക് തിരിയും, മറ്റുള്ളവരെയും കൂടെ തിരിച്ചു വിളിച്ചു. ഇതാണ് സംഭവിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇതുണ്ടെങ്കിലോ ഏത് സഹനം വരുമ്പോഴും തകരില്ല, പതറും. മനുഷ്യരല്ലേ, ബലഹീനത ഉണ്ടാവും. അവൻ വീണാലും അവൻ എഴുന്നേൽക്കും. കർത്താവിനെ ആശ്രയിക്കുന്നവർ വീണ്ടും കഴിയുമാരെ പോലെ ചിറകടിച്ചു വരും. അവൻ വീണ് പോയാലും എഴുന്നേൽക്കാൻ അവൻ എപ്പോഴും ശക്തി കിട്ടിക്കൊണ്ടേയിരിക്കും. ശത്രുക്കളെ, നിങ്ങൾ എന്നെ ഓർത്ത് സന്തോഷിക്കേണ്ട. ഞാൻ വീണാലും എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിരുന്നാലും കർത്താവിന്റെ വെളിച്ചമായിരിക്കും. മിഖാപ്രവാചന പുസ്തകത്തിലെ 7-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. ശത്രുക്കളെ, ബൈബിളിലെ ശത്രുക്കളെ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പറ്റിയല്ല, പിശാചിനെ പറ്റിയാണ്, തിന്മയെ പറ്റിയാണ്. ശത്രുക്കളെ, നിങ്ങൾ എന്നെ ഓർത്ത് സന്തോഷിക്കേണ്ട. വീട് കിടക്കുന്ന പറയാണ്, ഞാൻ വീണാലും എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവിന്റെ വെളിച്ചമായിരുന്നു. എന്റെ ദൈവം എന്റെ വെളിച്ചമായിട്ട് എന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ തീർന്നു പോകത്തില്ല. ലോകം പറയും, നീ തീർന്നു പോയി, നീ തീർന്നു പോയടാ എന്ന് പറഞ്ഞാൽ ദൈവം പറയും, മോനെ ഞാൻ കൂടെയുണ്ട്. നീ ഇനി വിജയിക്കുന്നില്ല എന്ന് ലോകം പറയും, പക്ഷെ ദൈവം പറയും, മോനെ ഞാൻ നിന്റെ കൂടെയുണ്ട്, മോളെ ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ തീർന്നു പോകില്ല. ഇതിന്റെ അങ്ങേയറ്റം കണ്ടവനാണ് ഇവൻ. സകലത്തിന്റെ അങ്ങേയറ്റം കണ്ടവൻ ഇവന് പറയും, ഞാൻ കൂടെയുണ്ട് മോനെ, ഞാൻ കൂടെയുണ്ട് മോളെ. ആ കർത്താവ് കൂടെയുള്ള ഒരു വ്യക്തിയും തകർന്നു പോകില്ല. ഒന്ന് ചേർന്ന് പറയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ നിറയാണ്ട് ഒന്ന് കണ്ണുകളടച്ചു. കർത്താവേ, സകലത്തിന്റെ അങ്ങേയറ്റത്തോട് കടന്നു പോയപ്പോഴും അവിടുന്ന് പിതാവിനോട് ചേർന്ന് പിതാവിൽ നിന്ന് ശക്തി സ്വീകരിച്ചു. മാനുഷികമായി അവിടുന്ന് ദൈവത്തിൽ നിന്ന് അകന്ന അവസ്ഥയിൽ നിന്നപ്പോഴും പിതാവേ എന്ന് ദൈവശക്തിയോടെ വിളിച്ചപ്പോൾ അപ്പനെ കുരിശിന്റെ മറുപുറത്ത് അല്ലെങ്കിൽ തന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ കണ്ടെത്താൻ സാധിച്ചപ്പോൾ അവിടത്തേക്ക് ശാന്തതയുണ്ടായി. ശരീരത്തിന്റെയും മനസ്സിന്റെയും സകലത്തിലൂടെ ഞങ്ങളെ തകർക്കാൻ പിശാച് പരിശ്രമിക്കുമ്പോൾ അപമാനത്തിലൂടെ, ഒറ്റപ്പെടുത്തലിലൂടെ, കുറ്റപ്പെടുത്തലിലൂടെ ചേർന്ന് നിൽക്കുമെന്ന് വിചാരിക്കുന്നവൻ, ഏറ്റവും അടുത്ത് നിൽക്കുന്നവൻ തള്ളി പറഞ്ഞു പോകുമ്പോഴും കർത്താവേ, അങ്ങല്ലാതെ വേറെ ആരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ല എന്ന് മനസ്സിലാവുക. അങ്ങയല്ലാതെ വേറെ ആരെയാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്? ഈ ഭൂമിയിൽ ആരെ ആശ്രയിച്ചാലും ചില സമയങ്ങളിൽ അവർക്ക് പോലും ഞങ്ങളെ സഹായിക്കാനാവില്ല. തെറ്റിദ്ധാരണകളും ഒറ്റപ്പെടുത്തലുകളും യൂദാസ് ചുംബിച്ച് കടന്നുപോയതുപോലെ വഞ്ചിക്കലുമൊക്കെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടായേക്കാം.
അങ്ങനെയുള്ള ഏതൊക്കെ മക്കൾ ഈ വചനങ്ങൾ കേൾക്കുന്നുണ്ടോ അവരിപ്പോൾ അവിടുത്തെ കുരിശുമരണത്തിന്റെ ഉദ്ധാനത്തിന്റെ യോഗ്യത ശക്തമായിട്ട് പ്രവേശിക്കട്ടെ. പിതാവിന്റെ സാന്നിധ്യം നിറയട്ടെ. ഈ വിശുദ്ധ സത്യമായി മുഖത്തിനയക്കുന്ന യേശു സാന്നിധ്യം ആ വ്യക്തികളെല്ലാം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മുറിവേറ്റ് നിൽക്കുന്ന ഹൃദയങ്ങൾ, സങ്കടപ്പെട്ടും ആകുലപ്പെട്ടും അന്ധകാരമായി നിൽക്കുന്ന ഹൃദയങ്ങൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കയറാൻ പറ്റാത്ത രീതിയിൽ പലതരത്തിലുള്ള കെണികളിൽ പെട്ട് കിടക്കുന്ന മക്കൾ, അത് പാപത്തിൻ്റെതാകാം, മാനസിക ഭാരത്തിൻ്റെതാകാം, കടബാധ്യതകളുടേതാകാം, രോഗത്തിൻ്റെതാകാം, ആ മേഖലയിൽ നിന്നൊക്കെ ഒരു വിടുതൽ, അവിടുത്തെ കുരിശുമരണത്തിന്റെ ഉദ്ധാനത്തിന്റെ യോഗ്യതയാൽ വിടുതൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ അഭിഷേകത്തിൽ ഇപ്പോൾ ഓരോരുത്തരിലും പറയട്ടെ. ഈശോയെ അവിടുത്തെ സ്നേഹത്താൽ, അവിടുത്തെ സ്വാതന്ത്ര്യത്താൽ ഓരോ ഹൃദയവും നിർമ്മലമാകട്ടെ, പൗത്രമാകട്ടെ. പിശാച് വഞ്ചിക്കുന്ന ഒരു മേഖലയിലേക്കും ഞങ്ങൾ ആരും വീഴാതിരിക്കട്ടെ. ഇടുങ്ങിയ വാതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. സ്വയെ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വയെ മക്കളുടെ മേൽ കരുണ തോന്നണമേ. സ്വയെ മക്കളുടെ മേൽ കരുണ തോന്നണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. ഈശോ നമ്മൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് കുരിശിൽ മരിച്ചത് തന്റെ ആത്മാവിൽ ആ പാപങ്ങളെ ഏറ്റെടുത്ത് അതിന്റെ പ്രതിഫലനമായിരുന്നു ശരീരത്തിലേറ്റ പീഡകൾ. സകലത്തിലൂടെ പീഡകളിലൂടെ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റാമെന്ന് പിശാച് വിചാരിച്ചെങ്കിലും യേശു സഹിച്ചിട്ട് മരണം വരെ എത്തിയിട്ടും പിതാവുമായിട്ട് ബന്ധം വിട്ടിട്ടില്ല. പിതാവുമായിട്ട് ബന്ധം വിടാതെ ദൈവമായിട്ട് ചേർന്ന് നിന്ന ഏക മനുഷ്യൻ, സകല പീഡകളിലൂടെ കടന്നുപോയിട്ടും സകല അപമാനങ്ങളിലൂടെ കടന്നുപോയിട്ടും ദൈവമായിട്ട് ഉള്ള ബന്ധം യാതൊരു രീതിയിലും വിച്ഛേദിക്കാത്ത ആ യേശുവിനെ തോൽപ്പിക്കാൻ പിശാചിന് സാധിച്ചില്ല. മരണത്തോടെയെങ്കിലും ഈ മനുഷ്യൻ തീർന്നെന്നാണ് പിശാച് വിചാരിച്ചത്. പക്ഷേ മരണം കഴിഞ്ഞ് ഈശോ ഉയർത്തെഴുന്നേറ്റു. മരണത്തെയും തോൽപ്പിച്ചവൻ, സകലത്തിന്റെയും നാഥനായ ദൈവപിതാ കുർബാനയായി നമ്മോട് കൂടെയായിരിക്കുന്നു. അതുകൊണ്ടാണ് പിശാചിന് ഈ ലോകത്തിന്റെ അധികാരി ഇതാ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഈശോ പറഞ്ഞത്. ഈ ലോകത്തിന്റെ അധികാരി മനുഷ്യൻ പിശാചിന്റെ ആധിപത്യത്തിന് ആദ്യകാലഘട്ടത്തിൽ ആധിപത്യം കൊടുത്തപ്പോൾ ഈ ലോകത്തിന്റെ അധികാരിയായി പിശാച് വന്നെങ്കിൽ ആ ഈ ലോകത്തിന്റെ അധികാരിയെ ഈശോ കുരിശുമരണം കൊണ്ട് പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ ഈശോ ഇതാ ഉദ്യതനായി എന്നുകൊണ്ട് പറയാണ്, ജീവന്റെ മേലും മരണത്തിന്റെ മേലും ആദിനാഥൻ ഞാനാണ്. നമ്മൾ കുർബാനയെ പാടുന്നുണ്ടല്ലോ, സർവാധിപനാം പാടുമ്പോൾ സർവാധിപനാം കർത്താവേ നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു, ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു, അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. ഈ ശരീരത്തിന് ഉയർപ്പ് നൽകുന്നത് അവിടുന്നാണ്. സകലത്തിന്റെ മേലും അധികാരിയായി മാറിയ ഈശോയുടെ പീഡാസഹനത്തിലൂടെ നമ്മുടെ ശരീരത്തിന് ഉയർപ്പുണ്ടെന്നുള്ള കാര്യം ഈശോ നമ്മളെ ഓരോരുത്തരും പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഉയർപ്പുള്ള പ്രത്യാശ ഉണ്ടായിരിക്കണം ഓരോ ക്രിസ്ത്യാനിക്കും. സകലത്തെ പറ്റി മാത്രമല്ല, സകലത്തിനപ്പുറത്ത് ഒരു ഉയർപ്പുണ്ട്, രക്ഷയുടെ ഉയർപ്പുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ഈശോയുടെ പീഡാസഹനം അത് നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ പരിണിതഫലമാണ് എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പത്രോസ്ലീഹ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞപ്പോൾ പത്രോസ്ലീഹയും മറ്റ് സ്ത്രീകന്മാരും കൂടെ എഴുന്നേറ്റ് എന്ന് പറയാണ്, നിങ്ങൾ കുരിശിൽ കൊന്നവൻ ജെറുസലേമിൽ ആയിരക്കണക്കിന് ജനം അവിടെ തിങ്ങിക്കൂടിയപ്പോൾ പത്രോസ്ലീഹ പറയാണ്, നിങ്ങൾ കുരിശിൽ കൊന്നവൻ. അവിടെയുള്ളവൻ ആരും ഈശോയെ കൊല്ലാൻ കൂടിയിട്ടില്ല.
വിവിധ ദേശങ്ങളിൽ നിന്ന് വന്ന എല്ലാവരും ഉണ്ട്. 17 സ്ഥലങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരെ വചനം വായിക്കുമ്പോൾ നമുക്കറിയാം. ഇത് വിശദീകരിക്കാൻ ഇപ്പം നേരെ അല്ലാത്തതുകൊണ്ടാണ്. പിന്നീട് നോക്കിയാൽ മതി. അപ്പസ്തോല പ്രവർത്തനത്തിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരോട് സുവിശേഷം പറയാണ്, നിങ്ങൾ കുരിശിൽ കൊന്നവനെ. അപ്പോഴാണ് അവർ ഹൃദയം നിറഞ്ഞ് ചോദിക്കുന്നത്. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നിറങ്ങി. അപ്പസ്തോല പ്രവർത്തനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ പറയാണ്, അവർ ഹൃദയം നിറങ്ങി പത്രോസിനോടും മറ്റപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളാണ് കൊന്നത്. യഥാർത്ഥത്തിൽ ശരീരം കൊണ്ട് നേരിട്ട് അവരാരും കൊന്നിട്ടില്ല. പക്ഷേ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടുന്ന് കുരിശിൽ മരിച്ചതെന്ന് വചനം കേട്ടപ്പോൾ അവർക്ക് ബോധ്യമായി. അങ്ങനെയെങ്കിൽ എന്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് ഈശോ കുരിശിൽ മരിച്ചെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് തന്നെയാണ് ഞാനും ചോദിക്കേണ്ടത്, നിങ്ങളും ചോദിക്കേണ്ടത്. ഈശോ എനിക്ക് വേണ്ടി ആ കുരിശിൽ മരിച്ചെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വചനം ഇങ്ങനെ പറയുന്നു. അപ്പോസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യം, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പശ്ചാത്തപിക്കുകയും പാപമോചനത്തിനായി എല്ലാവരും ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുകയും. പാപമോചനത്തിനായി നിങ്ങൾ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുകയും. ഒരു ക്രിസ്ത്യാനി എന്തിനാണ് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത്? പാപമോചനത്തിനായി, രക്ഷയ്ക്ക് വേണ്ടി. നമ്മുടെ മേലുള്ള പിശാചിന്റെ ആധിപത്യങ്ങളെ ഇല്ലാതാക്കാൻ നമ്മൾ ഈശോയോട് കൂടി കുരിശിൽ മരിക്കുകയാണ്. ഈശോയോട് കൂടി കുരിശിൽ മരിച്ച് ഈശോയോട് കൂടി ഉയർത്തെഴുന്നേൽക്കുന്നവനായി മാറാൻ വേണ്ടിയാണ് ഒരു ക്രിസ്ത്യാനി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത്. റോമാലേഖനം 6-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. റോമാലേഖനം 6-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും, ശ്രദ്ധിച്ചോളുക, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും. ചുമ്മാ പോയി വെള്ളത്തിൽ മുങ്ങിച്ചിട്ട് വന്നതല്ല. അതിന്റെ ഒരു അർത്ഥമുണ്ട്. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാനായിട്ടാണ് ഞാൻ സ്നാനം സ്വീകരിച്ചത്. അങ്ങനെ നാം എല്ലാവരും സ്വീകരിച്ച് നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് സ്നാനം സ്വീകരിച്ചത് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നമ്മുടെ ബോധ്യം ഇതായിരിക്കണം. ഒരു ക്രിസ്ത്യാനിയുടെ ബോധ്യം, ഞാൻ എന്തിനാ മോചനം സ്വീകരിച്ചത്? വെറുതെ ഒരു മതത്തിന്റെ അംഗമാകാനാണോ? അല്ല, പാപത്തോട് വിട പറയാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ, സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ. എന്റെ ശരീരം പിശാചിന്റെ ആലയമായിരുന്നു. ഇത് ഇനി മുതൽ ആരുടെ ആലയമായി? ദൈവത്തിന്റെ ആലയമായി. പിശാചിനോട് വിട പറയാനായിട്ടുള്ള, തിന്മയോട് വിട പറയാനുള്ള, ദൈവത്തിന്റെ ശക്തിയോട് ചേർന്ന് ജീവിക്കാനുള്ള ശരീരമായി മാറി. അതുകൊണ്ട് ഈ ശരീരം കൊണ്ട്, ഈ മനസ്സുകൊണ്ട് ദൈവത്തിനെതിരായി ഒന്നും ചെയ്യില്ല. പിശാചിനോട് ഞാൻ കോൺട്രാക്ട് വെക്കില്ല. എന്റെ ദൈവത്തോടാണ് എനിക്ക് കോൺട്രാക്ട്. പുതിയ ഉടമ്പടി, ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന ഒരു പുതിയ ഉടമ്പടി വെക്കുകയാണ്. ഞാൻ ഈശോയെ അങ്ങയോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിച്ചുകൊള്ളാം. ഇതാണ് ഉടമ്പടി. ഈശോ നമ്മോട് ഉടമ്പടി ചെയ്തു, പുതിയ ഉടമ്പടി. നമുക്ക് വേണ്ടിയിട്ട് ഈശോ അർപ്പിച്ച പുതിയ ഉടമ്പടിയോട് നമ്മൾ ചെയ്യുന്ന ഉടമ്പടിയാണ് ജ്ഞാനസ്നാനത്തിനോട് ചെയ്യുന്നത്. അവിടുത്തെ മരണത്തോട് ഐക്യപ്പെട്ട് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി, രക്ഷിക്കപ്പെട്ട നമുക്ക് അത് പൂർണ്ണതയിലേക്ക് വളരാണ്ട് അവൻ മുറിക്കപ്പെട്ടത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. അവൻ മുറിക്കപ്പെട്ടത് ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. ഈ ബോധ്യമുള്ളവനെയാണ് ശരിക്കൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നത്. ഈ ബോധ്യമുള്ളവരാണ് പീഡാസകന മരണ ഉത്ഥാനത്തിന്റെ യോഗ്യതയെ തിരിച്ചറിഞ്ഞ് ഈ വിശുദ്ധ കുർബാനയോട് ഐക്യപ്പെട്ട് ജീവിക്കുകയുള്ളൂ. ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുകയുള്ളൂ. നമ്മുടെ രക്ഷയ്ക്കായി കുരിശിൽ മരിച്ച ഈശോയെ ആരാധിക്കാൻ സാധിക്കും. കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവൻ കാര്യങ്ങളൊക്കെ നടക്കും, പക്ഷെ ആരാധിക്കുന്നില്ല. സ്നേഹിക്കുന്നവൻ നമുക്ക് സുഖങ്ങളിലും ദുഃഖങ്ങളിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ആരോട് ചേർന്ന് നിൽക്കും? ഈശോയോട് ചേർന്ന് നിൽക്കും. ചില സകലങ്ങൾ മാറാൻ നിൽക്കുമ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോകത്തില്ല. ദൈവത്തിൽ നിന്നകലില്ല. ദൈവത്തോട് ചേർന്ന് നിന്ന് സ്വർഗത്തിലെ ഒരു കിരീടത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്നത്. സ്വർഗീയ കിരീടമാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ പൗരത്വം എവിടെയാണ്? സ്വർഗത്തിലാണ്.
നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഞാൻ പോയി കഴിയുമ്പോൾ പിന്നീട് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഞാൻ വീണ്ടും വരും. വീണ്ടും വരുമ്പോൾ നമുക്ക് അവനോട് കൂടെ ആയിരിക്കണ്ടേ? ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആ ഈശോയുടെ കൂടെ ആയിരിക്കണ്ടേ നമ്മളെല്ലാവരും? അതിനു വേണ്ടിയിട്ട് അവൻ ഏറ്റെടുത്ത പീഡകളോട് ചേർന്നതോട്ട് വിശുദ്ധ ജീവിതം നമുക്ക് നയിക്കാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ സമർപ്പിക്കാം. എഴുന്നേറ്റില്ല. അവൻ സഹിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയായിരുന്നു. പത്രോസ്ലീഹായുടെ വചനം കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഉപേക്ഷിച്ച് കർത്താവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. നമുക്ക് വീണ്ടും ബലഹീനത ഉണ്ടായി നമ്മൾ ഒരിക്കൽ മാമോദീസ സ്വീകരിച്ചതാണ്. എങ്കിലും ബലഹീനരായി ആക്കപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും കുമ്പസാരിച്ച് സ്നാനം സ്വീകരിക്കണം. യേശു ക്രിസ്തുവിനോട്, യേശുവിന്റെ കുരിശുമരണത്തോട് ഐക്യപ്പെടുന്നതാണ് കുമ്പസാരം. പാപങ്ങളെ ഉപേക്ഷിക്കാൻ ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണം എന്ന് തിരുസഭ മാതാവ് പഠിപ്പിക്കുമ്പോൾ, ആണ്ടിലൊരിക്കലെങ്കിലും എന്നത് ഒരിക്കൽ മാത്രമേ ചെയ്യാവൂ എന്നല്ല, മറിച്ച് മിനിമം ഒരിക്കലെങ്കിലും എന്നാണ്. അതെത്രമാത്രം കൂടുതൽ ചെയ്യാമോ അത്രമാത്രം നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും. യേശു ക്രിസ്തുവോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം.